നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും? മദ്യപാനം ആരോഗ്യത്തിന് മാത്രമല്ല മാനത്തിനും ഹാനികരമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. കാര്യം മനസ്സിലാക്കണല്ലോ. ഹെലൻ ഓഫ് പാട്ട എന്തോരം നമ്മുടെ നാട്ടിലെ ഡിവോട്ടീസ് ഉണ്ട്. സരസ്വതി, മഹാലക്ഷ്മി, എന്തൊക്കെയുണ്ട്, ഭദ്രകാളി, പേരുന്നില്ല, എന്തോരം ഡിവോട്ടീസ് ഉണ്ട്. അവിടെ പോയി ഗിരീസിക്ക് പോയിക്കണേ, ആരോ പറയുന്നേ. അപ്പൊ എന്താന്ന് വെച്ചാല്, ഒരു മാസം മുന്നേ ദേശീയപാതയിൽ വെച്ചിട്ട് ഈ മഹതിയെ പോലീസുകാര് കൈ കാട്ടിയിട്ട് നിർത്താതെ പോയിട്ട് വീടിനടുത്ത് വെച്ച് ബ്ലോക്ക് ചെയ്ത് പിടിച്ചായിരുന്നു. പിടിച്ച സമയത്ത് ബിയർ ആയിരുന്നു കുടിച്ചത്. ബിയർ കുടിച്ചിട്ട് ഞാൻ ഓടിയത് ആൾക്കാർ കൂടും, ഫാൻസ് കൂടും, ബ്ലോക്ക് ആകുമെന്നൊക്കെ വിചാരിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിറ്റേന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നായിരുന്നു. നമുക്ക് എന്തായാലും അതിനുശേഷം ഈ അവര് എന്താ പറയാ, പോലീസുകാർ പറഞ്ഞത് നമ്മുടെ അടുത്ത് വന്ന് ഛർദിച്ചായിരുന്നു. ഞാൻ പോയത് നിർത്താതെ പോയി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അതായത് നിർത്താതെ പോയതിനെ പർവ്വതീകരിച്ചങ്ങോട്ട് പറഞ്ഞിട്ട് ഈ കുടിച്ചതിനെ ചെറുതാക്കി പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കാം? എല്ലാരും നിർത്താതെ പോയത് മാത്രം ഹൈലൈറ്റ് ആക്കും. പക്ഷെ എല്ലാരും ബിയർ എന്ന് പറഞ്ഞെടുത്ത് പിടിച്ച്, ബിയർ പിടിച്ചാൽ അങ്ങനെ ആകുക? അല്ലല്ലോ, അനന്തൊക്കെ വന്ന് കടിച്ചു കുറഞ്ഞിട്ട് അപ്പോ വിചാരിച്ച വലുതായില്ല. പിന്നെ ആൾക്കാർ ഇതിനൊരു ആ ലെവലിൽ ഇങ്ങനെ തീർന്നങ്ങനെ പോയി. അപ്പം ഇവരെല്ലാവരും ഇത് വിശ്വസിച്ചു. ഇതിങ്ങനെ ഒരു പണി വരുന്ന അറിയില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ ഒരു മാസം കഴിഞ്ഞതിന്റെ റിസൾട്ടും വിധിയൊക്കെ വന്നപ്പോ ന്യൂസ് ഇന്ന് രാവിലെ വന്ന്, നമുക്ക് ആ ന്യൂസ് ആദ്യം കാണാം. ദേശീയപാതയിൽ മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ ഹെലൻ ഓഫ് സ്പാട്ട എന്ന യൂട്യൂബർ SR ധന്യയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. 3 ദിവസത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന പരിപാടിയിലും ധന്യ പങ്കെടുക്കണം എന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ്, എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം, മനസ്സിലായില്ലേ? അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാല്, ഈ ഇൻഫ്ലുവൻസേഴ്സ് കള്ള് കുടിച്ചിങ്ങാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ബോധം ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുക. ഇതിന്റെ മുമ്പ് ചങ്ങായി കലക്ടറങ്ങാണ്ട് കുടിച്ചവരൊക്കെ മരിച്ചതൊക്കെ അല്ലേ. നിങ്ങൾ കുടിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇതിലൊക്കെ നടനൊക്കെ കുടിച്ച് പ്രശ്നമായിട്ട് കുറെ ആൾക്കാർ വന്ന് അവൻ പാവമാണ്, പിഞ്ചു കുഞ്ഞാണ്, ഇന്നലെ ജനിച്ചേക്കുന്ന താടിയും മീശയൊക്കെ വന്നങ്ങാണ്ട് പിന്നെ പോയി കുടിച്ചിങ്ങാണ്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒക്കെ പറഞ്ഞാണ്ട് കുറെ ആൾക്കാരൊക്കെ വന്നേരം ഇതിന്റെ ഇടക്ക്. അപ്പോ നിങ്ങളിത് കുടി എന്നൊരു കുടിയന്മാർ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായത്, കുറച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ടായതൊക്കെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇപ്പം കുടിക്കാത്ത ഒരാൾ വന്നുകൊണ്ട് കുടി തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കുടിക്കുന്ന ആൾക്കാർ വന്നാൽ അതെന്താ വെച്ചാൽ അങ്ങനെ പറയുന്നത്, അങ്ങനെ കാരണം. അപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാല് കുടിച്ചു ഫൈൻ എത്രയാ അതും കൊടുത്തിങ്ങാണ്ട് കുറെ പിന്നെ ഈ റിയാക്ഷൻ കിട്ടുമ്പോ പറ്റിപ്പോരാ എന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ, അയ്യോ ഞാനിത് പനങ്കള ചെത്തിങ്ങാണ്ട് കുടിക്കുന്നു, അത് മൂത്തിട്ടില്ലായിരുന്നു, അത് വെറുതെ അവർ പ്രശ്നമാക്കിയതാണ്, അല്ലെങ്കിൽ ഇത് ചെന്തങ്ങിന്റെ കള്ളായിരുന്നു, അപ്പൊ തന്നെ ഈ വെട്ടിയപ്പോ ഉറ്റി വന്നത് ഞാൻ വാ കാണിച്ചു കൊടുത്താണെന്ന് പറയരുത്, മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞ് ന്യായീകരിച്ച് വരരുത്. അപ്പൊ ഇങ്ങനെ വരും. ഇനി എന്താ പറയാ, എന്താ പറയാ, ഇവര് ഇനിയിപ്പോ എന്താ പറയാ സസ്പെൻഡ് ആയിട്ടുണ്ട്. 3 മാസം പോയി ക്ലാസ് എടുക്കണം. ക്ലാസ് എടുത്തിട്ട് എന്താ പറയാ, ഇനി സാധാരണ പോലെ എങ്ങാണ്ടൊക്കെ ആയിരിക്കും ലൈസൻസ് കിട്ടണം. അത് അങ്ങനെ തന്നെയൊക്കെയാണ് വേണ്ടത്. എന്താ പറയാ, എങ്ങനെ പറയുന്ന നമുക്ക് എന്താ പറയാ, ഇത് പറഞ്ഞാൽ ഇവർക്ക് ഈഗോ ആട്ടോ. എന്നാലും പറയാം, ഈ അഹങ്കാരം ഒന്നും പാടില്ല. വല്ലാണ്ടൊന്നും കുറച്ചങ്ങോട്ട് ഓവറാകാൻ ഒന്നും പാടുന്നില്ല. ഇപ്പം ഈ കല്യാണി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഒരു ഇതിന്റെ ഫേസ്ക്രീമിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെയൊന്നും അതൊന്നും പാടില്ല. അപ്പൊ നിങ്ങൾ നിലത്ത ഭൂമിയില എല്ലാവരുടെ ഒപ്പം തന്നെ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങള് ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആയി കുറെ മുന്നേ തെറിയും മറ്റൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് ലെവലിൽ വന്ന് അങ്ങനെയൊക്കെ വളർന്ന് വലുതായി അല്ലാത്തവരും കിട്ടോ. അപ്പം ആ സ്ട്രൈറ്റിൽ തന്നെ ഇങ്ങനെ പോകുന്ന എത്ര ആൾക്കാരുണ്ട്, എന്തോരം ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടം തോന്നുന്ന എന്തോ ആൾക്കാരുണ്ട്. അതിലിങ്ങനെ നിന്നാ ഇങ്ങനെ പോവുക, അല്ലാതെ എന്തെന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ട് കുറച്ച് ഓവറാകാൻ നിൽക്കരുത്. അപ്പൊ ഒരു വൈക്കാമ്മ പിന്നെ ഇവർക്ക് ഇനിയിപ്പോ ഇത് പ്രശ്നമൊന്നുമില്ല, വേറൊന്നല്ല. ഇത് സംഭവിച്ചാല് ഇവർക്കിത് മറ്റേ എന്താ പറയാ, ഈ മൂട്ടിലെ പൊടിന്റെ എത്തിങ്ങണ്ട് അടുത്ത
ഇതിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞാൽ ഇത് മറക്കും ചെയ്യും, മാറും ചെയ്യും, ഇവരും ഇറങ്ങും. അപ്പൊ എന്തായാലും നിങ്ങളോട് നിങ്ങളെ ഉപദേശിക്കാനൊന്നുമില്ല. നിങ്ങൾ വെള്ളം അടിക്കേ, MDMA അടിക്കേ, എന്ത് വേണം ചെയ്തോളൂ. ഇത് ചെയ്ത് ഇങ്ങനെ റോഡിലേക്ക് വണ്ടി കൊണ്ട് ഇറങ്ങാതിരിക്കുക. റോഡിൽ ആളുകൾ പോകുന്നുണ്ടാകും. ഒരാളുടെ അച്ഛനായിരിക്കാം, ഉപ്പയായിരിക്കാം, അനിയനായിരിക്കാം, അനിയത്തിയായിരിക്കാം, വീട്ടിലേക്ക് സാധനമായി കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പൊ ആ ചേച്ചിങ്ങിന്റെ സമയത്ത് ആരെങ്കിലും മുന്നേ പെട്ടിരുന്നെങ്കിൽ എന്താ ചെയ്യാ? അപ്പൊ പിന്നെ ഈ ഫൈനമ നിൽക്കുമായിരുന്നോ? എന്തെങ്കിലും കുറച്ച് റൂഡായതുകൊണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടവരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴും അങ്ങനെ ചിന്തിക്കുക, കളിയാക്കാന്ന് വിചാരിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലെ മുഴുവൻ പൈസ കൊടുത്തവരൊക്കെ ജീവൻ തിരിച്ചു കിട്ടുമോ? അപ്പൊ പറയുന്നതിലെ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നല്ലാതെ എന്നെ എങ്ങനെ പറഞ്ഞോ എടുത്ത റിയാക്ഷനിൽ മറ്റേ മോനെ എന്ന് പറഞ്ഞ് ആരെയും പറയാതിരിക്കുക, കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അത് പറ്റിപ്പോയി, അതിന്റെ ചീത്തയും വഴക്കും അല്ല, ചീത്തല്ല അതിന്റെ റിയാക്ഷൻ ഞാൻ കേൾക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ടു, നീ വിളിക്കാതെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. ഒരു പെണ്ണ് കുടിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നീ കൊണ്ടുപോകാടാ, ഞാൻ കുടിക്കാണ്. പണ്ടൊക്കെ ആയിരുന്നില്ലേ നമ്മള് വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ കുടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ആയിട്ടെ അവരുടെ ഇഷ്ടം, പണക്കാരല്ലേ, കുടിക്കുക ഒരിക്കലും എന്താ ചെയ്യട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് കണ്ടപ്പോ നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ അറിയാത്തവരെ കൂടി അറിയിക്കുമെന്ന് വിചാരിച്ചു. ആ കുട്ടികളെ കിട്ടുമെന്ന് വിചാരിച്ചു. ശരി, ഇതേപോലെ ശരി. ഓക്കെ.